നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നവംബറിലെ 10 കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 10 കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, 2025 ഹരിത ഗതാഗത മേഖലയിലെ മികവിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയത്. ചോദ്യം എന്താണ്? 2025 ഹരിത ഗതാഗത മേഖലയിലെ മികവിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയത് ഏതിനാണ്? കൊച്ചി മെട്രോയ്ക്കാണ് 2025 ഹരിത ഗതാഗത മേഖലയിലെ മികവിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്, ഇന്ത്യയിൽ 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയായി മാറിയത്. ഇന്ത്യയിൽ 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയായി മാറിയത് അതെവിടെയാണ്? കോട്ടയ്ക്കലാണ് ഇന്ത്യയിലെ 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ. അടുത്ത ചോദ്യം, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത്. പദ്ധതിയുടെ പേരെന്തായിരുന്നു? മാലിന്യമുക്ത നവകേരളം. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത് ഏത് നഗരത്തെയാണ്? കൊച്ചി നഗരത്തെയാണ് കേട്ടോ. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്, 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന ക്ഷേത്രം. ചോദ്യം എന്താണ്? 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന ക്ഷേത്രം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് 6 വർഷത്തിലൊരിക്കൽ മുറജപം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 15ാമത്തെ ചോദ്യമാണ്, കേരളീയ കലാപൈതൃകം അടയാളപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രങ്ങളുമായുള്ള മ്യൂസിയം നിലവിൽ വരുന്നത്. കേരളീയ കലാപൈതൃകം അടയാളപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രങ്ങളുമായുള്ള മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ യാക്കര എന്ന സ്ഥലത്താണ് കേട്ടോ. പാലക്കാട് ജില്ലയിലെ യാക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളീയ കലാപൈതൃകം അടയാളപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രങ്ങളായുള്ള മ്യൂസിയം നിലവിൽ വരുന്നത്. അടുത്തത്, തുടർച്ചയായി 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തുന്ന കേരളത്തിലെ ബീച്ച്. തുടർച്ചയായിട്ട് 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തുന്ന കേരളത്തിലെ ബീച്ച് ഏതാണ്? കാപ്പാട് ബീച്ച്, കോഴിക്കോട്. അടുത്ത 17ാമത്തെ ചോദ്യം, കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ട് നിയമിതനായത്. വൈസ് ചെയർപേഴ്സൺ ആരാണെന്ന് കൂടി ഒന്ന് ഓർത്തു വെച്ചു. ആരാണ്? കുക്കു പരമേശ്വരൻ. ആരാണ്? കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടി. കിട്ടിയില്ലേ? അടുത്തത് 18ാമത്തെ ചോദ്യമാണ്. 18ാമത്തെ ചോദ്യം, തരിശ് നിലം ഏറ്റെടുത്ത് കൃഷിയോഗമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി. തരിശ് നിലം ഏറ്റെടുത്ത് അത് കൃഷിയോഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുടുംബശ്രീയുടെ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഭൂസമൃദ്ധി. പദ്ധതിയുടെ പേരെന്താണ്? ഭൂസമൃദ്ധി. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തരിശ് നിലം ഏറ്റെടുത്ത് കൃഷിയോഗമാക്കുന്നതിനുള്ള കുടുംബശ്രീയുടെ പുതിയ പദ്ധതിയാണ് ഭൂസമൃദ്ധി. കിട്ടിയില്ലേ? അടുത്തത് 19ാമത്തെ ചോദ്യമാണ്, ഇന്ത്യ അന്റാർട്ടിക്കയിൽ തുടങ്ങുന്ന 4ാമത്തെ റിസർച്ച് സ്റ്റേഷൻ. ഇന്ത്യ അന്റാർട്ടിക്കയിൽ തുടങ്ങുന്ന 4ാമത്തെ റിസർച്ച് സ്റ്റേഷൻ എത്രാമത്തെയാണ്? 4ാമത്തെ. എവിടെയാണ് തുടങ്ങുന്നത്? അന്റാർട്ടിക്കയിൽ. അപ്പോൾ ഇന്ത്യ അന്റാർട്ടിക്കയിൽ തുടങ്ങുന്ന 4ാമത്തെ റിസർച്ച് സ്റ്റേഷൻ്റെ പേരെന്താണ്? മൈത്രി 2. പേരെന്താണ്? മൈത്രി 2. അപ്പോൾ ബാക്കി സ്റ്റേഷനുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ദക്ഷിണ ഗംഗോത്രി, 2ാമത്തത് മൈത്രി, 3ാമത്തത് ഭാരതി. ഇത് 3ഉമാണ് അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ റിസർച്ച് സ്റ്റേഷൻ. ഇനി ആർട്ടിക്കിളിലുണ്ട്. ആർട്ടിക്കിളിൽ എവിടെയാണുള്ളത്? ആർട്ടിക്കിളിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേഷൻ ഏതാണ്? ഹിമാദ്രി. ഏതാണ്? ഹിമാദ്രി. അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്, 12,000 വർഷത്തിന് ശേഷം കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. 12,000 വർഷത്തിന് ശേഷം കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതത്തിൻ്റെ പേരെന്താണ്? ഹെയ്ലി ഗബ്ബി. എന്താണ്? ഹെയ്ലി ഗബ്ബിയാണ് 12,000 വർഷത്തിന് ശേഷം കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലേ? 10 ചോദ്യങ്ങളുള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് റിവേഴ്സ് ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന ക്ഷേത്രം. ഏത് ക്ഷേത്രത്തിലാണ് 6 വർഷത്തിലൊരിക്കൽ മുറജപം എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്? എവിടെയാണ്? അതെ, നമ്മുടെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. അപ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തിരുവനന്തപുരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം വരുന്നത്. അടുത്തത്, കേരളീയ കലാപൈതൃകം അടയാളപ്പെടുത്തുന്ന ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രങ്ങളുമായുള്ള മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രങ്ങളുമായുള്ള മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഓർമ്മയുണ്ടോ? യാക്കര. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ല. ഓപ്ഷൻ ബി ആണ് യാക്കര, പാലക്കാട്. അടുത്ത ചോദ്യം, തുടർച്ചയായി 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തുന്ന കേരളത്തിലെ ബീച്ച്. 6ാം തവണയും അന്താരാഷ്ട്ര ബ്ലൂ ഫ്ലാഗ് പദവി നിലനിർത്തുന്ന കേരളത്തിലെ ബീച്ച് ഏതാണ്? കാപ്പാട് ബീച്ച്, കോഴിക്കോട്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? ഓപ്ഷൻ എ ആണ് റസൂൽ പൂക്കുട്ടി. ആരാണ്? റസൂൽ പൂക്കുട്ടി. വൈസ് ചെയർപേഴ്സൺ ആരായിരുന്നു? കുക്കു പരമേശ്വരൻ. അടുത്ത ചോദ്യം നോക്കൂ. തരിശു നിലം ഏറ്റെടുത്ത് കൃഷിയോഗമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേര്. തരിശു നിലം ഏറ്റെടുത്ത് കൃഷിയോഗമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ് ഭൂസമൃദ്ധി. എന്താണ്? ഓപ്ഷൻ സി ഭൂസമൃദ്ധി. അടുത്തത്, ഇന്ത്യ അന്റാർട്ടിക്കയിൽ തുടങ്ങുന്ന 4ാമത്തെ റിസർച്ച് സ്റ്റേഷൻ. ഇന്ത്യ അന്റാർട്ടിക്കയിൽ തുടങ്ങുന്ന 4ാമത്തെ റിസർച്ച് സ്റ്റേഷൻ്റെ പേരെന്താണ്? ഓപ്ഷൻ എ ആണ് മൈത്രി 2. അടുത്തത്, 12,000 വർഷത്തിനു ശേഷം കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം. ഏതായിരുന്നു അഗ്നിപർവ്വതം? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹെയ്ലി ഗബ്ബി. ഇനി 2025 ഹരിത ഗതാഗത മേഖലയിലെ മികവിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹത നേടിയത്. ഹരിത ഗതാഗത മേഖലയിലെ മികവിനുള്ള പുരസ്കാരം 2025 ലഭിച്ചത് ഓപ്ഷൻ സി ആണ് കൊച്ചി മെട്രോ. അടുത്തത്, ഇന്ത്യയിലെ 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയായി മാറിയത്. ഇന്ത്യയിലെ 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയായി മാറിയത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ് കോട്ടയ്ക്കൽ. അടുത്തത്, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത്. മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മാലിന്യമുക്ത നഗരമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് നഗരത്തെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് കൊച്ചി നഗരത്തെയാണ് മാലിന്യമുക്ത നഗരമായി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.